സൽമാൻ ഫ വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ളോഗ്. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ലെങ്ത് വീഡിയോ ഇടുന്നത്. അതിൻ്റെതായ പോരായ്മകൾ കാണും കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് നാളെ വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷൻ. അത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് ഞങ്ങൾ ബിയുവിനെ ഡോക്ടറാണെങ്കിൽ കൊണ്ടുപോകാൻ. ബിയുവിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ആൾ നല്ല ഓട്ടാണ്. ആളൊന്ന് പിടിച്ചിട്ട് വേണം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ. അപ്പോൾ നമുക്ക് നേരെ ബിയുവിനെ പിടിച്ചു തരാം. ബിയുവിനെ കൊണ്ടുപോകാനുള്ള പ്ലാനാണ് ബിയുവിന് മനസ്സിലായപ്പോൾ ബിയു പേടിച്ചിട്ട് ചീച്ചു ചോദിക്കാൻ പോയിട്ടോ. അപ്പോൾ ഗൈസ്, നീണ്ട പരിശ്രമത്തിന് ശേഷം ബിയുവിനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിയുവിനെ നമ്മൾ ഇതിലിടാൻ പോവാൻ, കൊട്ടയിടാൻ പോവാം. കാരണം കാറിനുള്ള കുട്ടികളെല്ലാം പേടിക്കാൻ കൊട്ടയിലിടാം. പേടിച്ചിട്ടാ ഫസ്റ്റ് വ്ളോഗനെ ബിയുനെ വെച്ചിട്ടറിയോ. ബിയുനെ കാറിൽ വെക്കട്ടെ. അവിടെ ബാക്കിൽ ഡിക്കിയിലിരുന്ന് മറിയോ? ഇല്ലല്ലോ, ആ സീറ്റ് മാന്തുനി അല്ല ബാക്കത്ത്. ബിയു ആകെ എന്താ നോക്കിക്ക. ബിയു മഹാപോക്കിലാണ്. അതതിനെ കൊട്ടയിലാക്കിയിരിക്കണേ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊട്ടല്ലാതെ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു കൊട്ട എടുത്തിട്ട് എന്തായാലും വരണം, കാരണം അവിടെ എത്തുമ്പോ ഓടുകയാണ്. അതാണ് സംഭവം. നമുക്ക് ബിയുവിന്റെ കുറച്ച് വികൃതികൾ കാണാം. എന്താ പൊന്നേ, അതാണ് ആവട്ട് കിടക്കണ സനു. അങ്ങനെ തന്നെയല്ലേ, അന്ന് പോയപ്പോഴും ആവട്ട് കിടക്കുക. പേടിച്ചിട്ടാണ്. എന്താ നാവിട്ട് കിടക്കടാ, പാവുണ്ട്. അതങ്ങനെ തന്നെയാണ്, പേടിച്ചിട്ടാണ്. സംഭവം എന്താന്ന് വെച്ചാല് ബിയു ഭയങ്കര പേടിയാ കാറിൽ കയറണൊക്കെ. കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ ബിയുവിനെ കാറിൽ കയറ്റിട്ടൊന്നും ശീലിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബിയുവിന് നല്ല പേടിയാണ്. ബിയു നല്ല രീതിയിൽ പേടിയുണ്ട്. ആദ്യം തന്നെ നമ്മള് ഇങ്ങനെ കാറിലൊക്കെ കൊണ്ടുപോകണായിരുന്നു. അതിന്റെ പ്രശ്നാണ്. ഇനിയിപ്പൊ ശീലിക്കണം. നമ്മളിപ്പോ കൊണ്ടുപോകുന്ന മെയിൻ സംഭവം എന്താ അറിയോ, ബൈക്ക്, കാറ്, പിന്നെ വീട് കാറിൽ വന്നു അപ്പൊ ഓടും, എങ്ങോട്ടെങ്കിലും എടുത്തു പോകും, ഓടും. പിന്നെ ബിയു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു അംഗം പോലെ കേട്ടോ. ചെറിയൊരു കുട്ടിയെ പോലെ ഞങ്ങളാണ് കെയർ ചെയ്യുന്നത്. ബിയുവിന് നമ്മള് മാത്രമേ പരിചയമുള്ളൂ, അറിയാത്തവരൊന്നും വന്ന അങ്ങനെ ഒരു ഇതില്ല, ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പക്ഷെ ആള് ഫണ്ണാണ് കേട്ടോ, നല്ല രീതിയിൽ ഫണ്ണാണ്. അതിപ്പോ കുറച്ച് ഇതായിണ്ട്, കാരണം വയ്യാത്തോണ്ടും. ഫസ്റ്റ് തന്നെ നമ്മള് ബിയുവിന് ഡോക്ടറെ കാണിക്കാനല്ല പോണ്. ഒരു ബാങ്കിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒരാവശ്യമുണ്ട്. അപ്പോൾ ബാങ്ക് അടക്കാനായപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോവാ വിചാരിച്ചു. ഇവിടെ എത്തിട്ടോ. യൂല്ലേ, ഞാൻ അവിടെ ഇരിക്കാം. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ എത്തിട്ടാ. ഹോസ്റ്റൽ അതാ കാണും. അതാണ് ഹോസ്റ്റൽ. ഇവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റൽ അതാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്ന ബിയുവിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എടാ ക്ലോസ് ആയി തോന്നുന്നുണ്ടാ. നിക്കട്ടോ, ഇല്ലല്ലോ, വെറുതെ ഗേറ്റ് അടച്ചിട്ട് പോണു അല്ലേ? പക്ഷെ ഒന്നുമില്ല. അടച്ചിക്കണു. അടച്ചോ? ആ, അന്നത് വെറുതായോ? അന്നത് വെറുതായി. ഇങ്ങനെ ഭാഗ്യം കേട്ടോ. അടച്ചിക്കണോ, പോയി നോക്കിയോക്കാം. അടച്ചോ? ആടാ, അടച്ചിക്കണ. അടച്ചല്ലേ? 2 വട്ട ഭാഗ്യം. എന്ത് പ്രാർത്ഥിക്കണയ്യോ. ഡോക്ടർ കണ്ടല്ല പേടിയാണ്. നല്ല ഭാഗ്യ. ഇപ്പൊ ഇതിന് അവിടെ കൊണ്ടാക്കാം. ബിയുവിന് ഈ സീറ്റിൽ വെക്കുമ്പോ എനിക്കൊന്നുകൂടി വീട്ടിൽ എടുക്കാൻ. ഗൈസ്, ഞങ്ങൾ എപ്പോ പരിപാടി അവതരിപ്പിച്ചത് അവസ്ഥ കേട്ടോ. ബിയുവിന് എന്ത് ഭാഗ്യം അറിയോ, എങ്ങനെ ആവോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഡോക്ടർ പറഞ്ഞു അടുത്ത ആഴ്ച വരെ, ഈ ആഴ്ച എടുക്കാൻ പറ്റില്ലായിരുന്നു, ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോ വന്നപ്പോ എന്താണ്, ഇപ്പൊ വന്നപ്പോ വെറ്റിനറി ഹോസ്പിറ്റൽ അടച്ചിരിക്കുന്നു. എന്താ ചെയ്യാ, ബിയുവിനൊക്കെ ഒരു ഭാഗ്യം. ഏതായാലും വന്ന ലക്ഷം കഴിഞ്ഞപ്പോ ഞങ്ങളിപ്പോ ചാവടിക്കാൻ പോവാ. അതിലും കാര്യമാവട്ടെ.
ബിയോ ടാറ്റ കൊടുത്താ ബിയോ ടാറ്റ കൊടുത്താ കട്ട കലിപ്പില്ലാട്ടാ കലിപ്പാണ് ഈ കുരുപ്പിളി ഞാൻ എന്താ കാണിക്കുന്നത്. അപ്പൊ ഗായ്സ് ഞങ്ങൾ അങ്ങനെ ഷോപ്പിലെത്തി 2 ചായ ഓർഡർ ചെയ്ത് കടി നോക്കുകയാണെങ്കിൽ മറ്റേ ഫേവറേറ്റ് ഒരുപാട് കടി ഉണ്ട്. ഇത് ബർഗർ ഇതാ ഇതെന്താ ചിക്കൻ ചട്ടിപ്പത്തിരി പഴന പിന്നെ ബീഫ് ബ്രെഡ് പോക്കറ്റ് ഉണ്ട്. ഏതാ ഉണ്ട് സാൻഡ്വിച്ചും ഞാൻ എതിർക്കാം കായ്പോളം മതി. ചിക്കൻ ബ്രെഡ് പോക്കറ്റ് ബ്രെഡ് പോക്കറ്റ് എനിക്ക് ഇഷ്ടമല്ല. അത് ഒരു കായ്പോളം മതി. ചിക്കൻ ചട്ടിപ്പത്തിരി കായ്പോളം അടിപൊളിയാ. ഒരു ചിക്കൻ ചട്ടിപ്പത്തിരി ഒരു ചിക്കൻ ചട്ടിപ്പത്തിരിയും ഒരു സാൻഡ്വിച്ച് എടുത്തോ. അപ്പൊ അങ്ങനെ പോയില്ല. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? ചപ്പാത്തിനും പൊറാട്ടയും കൂടെ ചിക്കൻ മസാല കൂട്ടി കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട്. സംഭവം രസമില്ലാന്നൊക്കെ മനസ്സിലായിക്കണേ. എന്റെ മുന്നിൽ പിടിച്ചിക്കാൻ വേണ്ടിട്ടല്ലേ. ഇതെന്താ ചെയ്യാ അറിയാ, ഇത് വേഗം തിന്നു തീർക്കിട്ടാ. ഇത് ഇന്ത്യന്ന് തിന്നാനുള്ളൊരു കുഴപ്പമാണ്. കഴിയില്ലട്ടാ. ഞാൻ വേറെ മേടിക്കും. എനിക്കറിഞ്ഞാലേ ഞാൻ റിച്ചാണോ. എന്താ പറയാ മേക്കപ്പ് ഇട്ട് വന്ന് നിക്കണേ. വീഡിയോ എടുക്കാറ് പോയി മേക്കപ്പ് ഇട്ട് വന്ന് കയറിയാ. എങ്ങനെയാ മേക്കപ്പ് ഇട്ടെന്ന് പറയാൻ തോന്നുന്നു. മേക്കപ്പ് തന്നെയാണ് കൂട്ടെന്നാ ഞാൻ കഴിച്ചോട്ടെ. അപ്പൊ ഗായ്സ് ഞാൻ അങ്ങനെ ചായ കുടിച്ചിറങ്ങി. എന്റെ ചായ കുടി കഴിഞ്ഞിട്ട് ഇവളുടെ കഴിഞ്ഞിട്ടില്ല. ഇവളെ മെല്ലെ 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 കഴിക്കണേ. അപ്പൊ ഗായ്സ് നമ്മുടെ കഴിഞ്ഞിക്കണേ വണ്ടി സ്റ്റാർട്ട് ആക്കി. ഇനിയിപ്പോ ഇത് പോയി എഡിറ്റ് ചെയ്യണം. ഇമ്മാട് ഇപ്പൊ എന്താ അറിയാ ഡോക്ടർ കാണാൻ പറ്റിയില്ലാന്നോ. ബിയ്യു കരിപ്പിലാണ്. അങ്ങനെ കൊറേ പറയും ഡോക്ടറെ കാണിക്കുന്നു. കാരണം ചെറിയൊരു മുറിയുണ്ട്, അതിന് വേണ്ടിട്ട് കൊണ്ടുപോയിരുന്നു. പിന്നെന്താ രോമം കൊഴിയുണ്ടായിരുന്നു, അതൊന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ എപ്പോ പോകുമ്പോഴും തിരിച്ച് നല്ലപോലെ ആവില്ല. നല്ല ഭാഗ്യാണ്. ഇത് പിന്നെ കടന്ന് പ്രാർത്ഥിക്കണേ. അതെ അതെ, അതൊക്കെ ചെറിയ കുട്ടി എന്നുള്ള നിലക്ക് ഞാനൊക്കെ ആയിരുന്നു. എന്നോടായിരുന്നു എല്ലാവർക്കും സ്നേഹം. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചായി. പക്ഷെ എന്തൊക്കെ ഉപ്പാക്ക് ഇന്നായിട്ട് ഇഷ്ടം. അതെന്താ കൈസാരോ. അപ്പൊ എല്ലാ കുടുംബത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ 2 ആൺകുട്ടികളാണെങ്കിൽ ഒരു പെൺകുട്ടി ഉള്ളെങ്കിൽ ഉണ്ടല്ലോ, ഉപ്പമാർക്ക് അതിനോടായിരിക്കും താല്പര്യം കൂടുതൽ ഉണ്ടാവുക. ഐ മീൻ ഇഷ്ടം കൂടുതൽ ഉണ്ടാവുക. ഇപ്പോ അത് നേരെ മറിച്ചിട്ട് 2 പെൺകുട്ടി 1 ആൺകുട്ടി ആണെങ്കിൽ അത് നേരെ തിരിച്ചായിരിക്കും എല്ലാ കുടുംബത്തിലുള്ള. എന്റെ വീട്ടില് ഞാനും ഇക്കാക്കിയല്ല. അപ്പൊ ഇവള് മാത്രല്ല ചെറുതുമാണ്. പിന്നെ മാത്രല്ല പെൺകുട്ടിയായിട്ട് ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊക്കെ എന്നോട് കൂടുതൽ. കയ്യിലിരിപ്പോണ്ടല്ലേ. അതുകൊണ്ടാണ്. ബിയ്യെന്താ കാണിക്കണേ? അയ്യോ ആ കലിപ്പായിരിക്കും. ഉറങ്ങണോ? ഇനി ഞങ്ങള് ട്രാവൽ ചെയ്യുമ്പോ ബിയ്യുവിനെ കൂടെ കൂട്ടുട്ടോ. അപ്പൊ എത്ര ദിവസം പറഞ്ഞാ, കാരണം ഞങ്ങൾ ഇനി ബിയ്യുവിന് വേണ്ട എല്ലാ വാക്സിനും എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ പുറത്ത് കൊണ്ടുപോകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കും. അപ്പോ ആർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാക്സിൻ എടുത്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ പണിയുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്. വണ്ടി എന്താണ് കള്ളി ഇവിടെയാണ് ഇമ്മുണ്ടാക്കിയടി. പാവം കഷ്ടപ്പെട്ട് ഓരോ വീട്ടില് പോയാലും ഓരോ ചെടി ഇങ്ങനെ മേടിക്കും. ഓരോ വീട്ടിൽ പോയാലും ഉമ്മ കളക്ട് ചെയ്യും ചെടി. ഇത് ഏതാ ചെടി? അതിങ്ങനെ ചോദിക്കട്ടോ, ഇത് ഏതാ ചെടി? ചെടി അത് കൊള്ളാലോ. അത് എന്റെ കാണാൻ നല്ല രസമുണ്ടല്ലേ അറിയും. പിന്നെ ആടിയുന്നത് ഇന്നത്തെ ഒരു കൊമ്പ്. ഞാൻ ഇന്നൊരു കൊമ്പ് പൊട്ടിക്കണ്ട കേട്ടോ. ഇത് ഇൻഡോർ വെച്ചേക്കണ കയറി. അതാ ആട്ടപ്പൊടി മേടിക്കാൻ പറഞ്ഞു. അതിനിപ്പോ ഞാൻ പോയി മേടിച്ചു തരാം.
സനിയോ ആ ബിയ നീച്ചു നിക്കണു വീടെത്തിയപ്പോ അതെ ബിയോയ് അയ്യോ വീടെത്തി 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 ഇവിടെ ആകെ പോക്കിരിയ പണി. ഏതാ സാധനം ചിട്ടാ അതിനെടുക്ക് ഇതൊക്കെ പൊട്ടിച്ചിട്ട് നിലത്തേക്ക് ഇറങ്ങി. അയ്യോ വീടെത്തി വീടെത്തി. ഞാനിപ്പോ എവിടെയാണ്? ഇനിയിപ്പോ ഇവിടെ നിന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞ പോരുള്ളൂ. ഇനി പിടിച്ചാ കിട്ടൂല കിട്ടൂല. അപ്പോൾ അങ്ങനെ ഗൈസ് ഞങ്ങൾ വീഡിയോ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈക്ക് ഓക്കെ.